ആർജിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സമൂഹത്തിൽ ലളിതം എന്ന വാക്ക് ശബ്ദതാരാവലിയിൽ സൗന്ദര്യം എന്ന അർത്ഥം അതിന് നൽകിയിട്ടുണ്ട്. ലളിതം എന്ന് പറയുമ്പോൾ അതിന് സൗന്ദര്യം എന്നുള്ള ഒരു അർത്ഥം കൂടി ശബ്ദ താരാവലി നൽകുന്നുണ്ട്. എൻ്റെ ലാളിത്യമാണ് എൻ്റെ സൗന്ദര്യം, മഹാത്മജി പറഞ്ഞു. അസീസിയിലെ ഫ്രാൻസിസ് പറഞ്ഞു. മദർ തെരേസ ഈ ലാളിത്യത്തിൻ്റെ ആൾരൂപങ്ങളായിരുന്നു. കടൽക്കരയിലെ ക്രിസ്തു എന്ന് പറയുന്ന പുസ്തകവും ഐസക് ഈപ്പൻ കോഴിക്കോട് ഇടവ അംഗമാണ്. അദ്ദേഹം എഴുതി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 3 ദിവസം അവർ മണൽ തിട്ടയിൽ മണലാരണ്യത്തിൽ 3 ദിവസം ഒരുമിച്ചിരുന്ന് ദൈവവചനം കേട്ടു. വിശന്നപ്പോൾ ഇവർ 3 ദിവസമായിട്ട് ഇപ്രകാരം വിചാരിക്കുന്നല്ലോ, അവർക്ക് ഭക്ഷിപ്പാൻ നൽകണമെന്ന് ശിഷ്യന്മാരോട് യേശു പറയും. അപ്പോൾ ഏതൊരുവരെ ചിന്തിപ്പിക്കുന്നതാണ്. 1 മണിക്കൂർ ഈ മണൽപ്പരപ്പിലിരുന്ന് പ്രസംഗം കേൾക്കുവാൻ അല്പം ബുദ്ധിമുട്ട് തോന്നും താഴെ ഇരിക്കുമ്പോൾ. 3 ദിവസം അപ്രകാരം അവർ അവിടെ ഈ ദൈവത്തിനെ കേട്ടുകൊണ്ടേയിരുന്നു. തീർച്ചയായിട്ടും എന്തായിരിക്കണം യേശുവരോട് സംസാരിച്ചത്? അവരുടെ സങ്കടങ്ങളെക്കുറിച്ചായിരിക്കണം, അവരുടെ വേവലാതികളെക്കുറിച്ചായിരിക്കണം, അവരുടെ വ്യത്യസ്തമായുള്ള ആവശ്യങ്ങളെക്കുറിച്ചായിരിക്കണം. പക്ഷേ അവരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. വരാനിരിക്കുന്ന ആത്മീയതയുടെ അപകടാവസ്ഥയെക്കുറിച്ച് യേശു അവരോട് പറയാൻ, നിങ്ങൾ അപ്പം തിന്നതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ച് എൻ്റെ പിറകാലെ വരുന്നു. അകറ്റി നിർത്തുവാൻ 1000 കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ ചേർത്ത് നിർത്തുവാൻ ഒരു കാരണം കണ്ടെത്തുന്നവനെ സുവിശേഷം മണക്കും. അവനിൽ നിന്ന് സുവിശേഷത്തിൻ്റെ സുഗന്ധം പുറത്തേക്ക് വരും. ദൈവവിഷയമായി സമ്പന്നനാകുമ്പോൾ അവനോടുള്ള നമ്മുടെ നിയോഗം, നമ്മുടെ ഉത്തരവാദിത്വം വ്യത്യസ്തമായിരിക്കും. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. 2ാമത്, പ്രത്യാശയിലേക്ക് എല്ലാ ജാലകങ്ങളും തുറന്നിടുവാനായിട്ടുള്ള നിയോഗം. എന്നാൽ ദേശത്ത് മഴ പെയ്യാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് പറ്റിപ്പോയി. ഒരുപക്ഷെ ഏലിയ പ്രവചനം അവിടെ 1-2 ദിവസങ്ങൾ കൂടി വെള്ളം ലഭിക്കാതെ കഴിഞ്ഞു കാണും. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ദേശത്ത് നിന്ന് ജനത്തോടൊപ്പം മരിക്കുന്നത് തന്നെ ലാഭം, നല്ലത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ചുള്ളിൽ പറക്കിക്കൊണ്ട് നിൽക്കുന്ന വിറക് കഷ്ണങ്ങൾ പറക്കിക്കൊണ്ട് നിൽക്കുന്ന സനഫാത്തിലെ വിധവയെ കണ്ടു. എനിക്ക് കൂടി ഭക്ഷണം ഇല്ല, മകന് വേണ്ടി മാത്രം, ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി മാത്രം ഓരോ അട ഉണ്ടാക്കുവാനുള്ള ക്രമീകരണമേ വീട്ടിലുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു, എനിക്ക് വേണ്ടി കൂടി തരിക. അപ്രകാരം സ്വീകരിച്ചു. സാരെഫാത്തിലെ വിധവയുടെ ദാരിദ്ര്യത്തെ ഉച്ചാടനം ചെയ്യുവാൻ ഏലിയ പ്രവാചകന് ശക്തി പകർന്നത് കിരീതിൻ്റെ വരൾച്ചയുടെ അനുഭവമായിരുന്നിരിക്കണം. കർമ്മേലിൻ്റെ സോപാനത്തിൽ ജീവനുള്ള ദൈവവും അവിടെ കാണിച്ചു കൊടുക്കുവാൻ ഒരുപക്ഷെ ഏലിയ പ്രവാചകന് സാധിച്ചത് ഈ കിരീത്തിലെ വരൾച്ചയുടെ അനുഭവമായിരിക്കണം. പക്ഷെ അവൻ കടന്നു പോയതായുള്ള അനുഭവങ്ങൾ, ഈ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ നിന്റെ ജീവനെ ആക്കി തീർക്കും എന്ന് പറഞ്ഞതായുള്ള രാജ്ഞിയുടെ ആജ്ഞയുടെ മുൻപിൽ തോറ്റു വിരണ്ടോടിപ്പോയി ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനായിട്ട് ഇച്ഛിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലോ എന്ന് പറഞ്ഞു മരിപ്പാൻ ഇച്ഛിക്കുന്നതായുള്ള പ്രവാചകൻ. പഴയ ദൈവത്തിൽ ഏറ്റവും ശ്രദ്ധാർഹമായിട്ടുള്ള പ്രവാചകന്മാർ മോശയും എലിയാവും ഒക്കെ. ഏലിയ പ്രവാചകനാണ് പറയുന്നത്, എന്നെ എടുത്തുകൊള്ളണമേ, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലോ. മനുഷ്യ ജീവിതം കൊണ്ട് മടുത്തതായുള്ള എത്രയോ ആളുകൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും ചെറുപ്പക്കാരുടെ ഇടയിൽ പോലും